ഞങ്ങളിപ്പോൾ പത്മനാഭ കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെയധികം മനോഹരമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഉള്ളിലോട്ട് കയറി വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് അനുവാദമില്ല. പക്ഷേ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതുപോലെ ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഈ സ്ഥലത്ത് വരണം. പുറം തന്നെ കാണാൻ നല്ല മനോഹരമാണ്. തിരുവിതാംകൂറിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു പത്മനാഭപുരം പാലസ് എന്ന് പറയുന്നത്. അതിൽ 14 രാജാക്കന്മാരാണ് മരിച്ചത്. അപ്പം അതിൽ 1601 രവിവർമ്മ കുലശേഖര പെരുമാൾ തായ്ക്കൊട്ടാര നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ആ കൊട്ടാര ഇന്നത്തെ മോഡലിലല്ല ചെയ്തിരിക്കുന്നത്. പണ്ട് കാലത്ത് പാം ലീഫ് കൊണ്ട് ഒരു ചെറിയൊരു ബിൽഡിംഗാണ് ഉണ്ടാക്കിയത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇതിങ്ങനത്തെ രീതിയിൽ ആർക്കിടെക്ഷൻ ചെയ്ത് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പോകുന്ന രീതിയിൽ, ഒരു കെട്ടിൽ നിന്ന് അടുത്ത കെട്ടിലോട്ട് പോകുന്ന രീതിയിൽ ഇത് വാർത്തെടുത്തത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. മാർത്താണ്ഡവർമ്മ ഇത്രയും ഫേമസ് ആവാൻ കാരണം എന്താണെന്ന് അറിയാമോ? 1741 കുളച്ചൽ വാറി അദ്ദേഹം ഡച്ചുകാരെ തോൽപ്പിച്ചു. അത് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രാജാവാണ് വിദേശ ശക്തിയെ തോൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ കുറച്ച് ഫേമസ് ആയിട്ട് മാറിയത്. 1840 കുളച്ചൽ വാറി. ഇത് തൃപ്പടിദാനം കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് തൃപ്പടിദാനം? 1750 ജനുവരി 3 രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം പത്മനാഭന് ഡെഡിക്കേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഉപ്പിരിക്കാൻ മാളിക നിങ്ങൾ അവിടെ പോകാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചായിരുന്നോ? ബെഡ്റൂമിൻ്റെ മുകളിലാണ് അതാ കാണുന്ന ബിൽഡിംഗ് കണ്ടല്ലോ. അതാണ് സെൻട്രൽ മാൻഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ 14 കൊട്ടാരക്കെട്ടുകളിൽ വെച്ച് ഏറ്റവും മധ്യഭാഗത്ത് നിൽക്കുന്ന കൊട്ടാരക്കെട്ടാണ് ഉപ്പിരിക്കാൻ മാളിക. 4 നിലകളിൽ. അതിൽ താഴെ ട്രഷറി, രണ്ടാമതാണ് രാജാവിൻ്റെ ബെഡ്റൂം. ആ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു കോട്ട് നിങ്ങൾ കട്ടിൽ കണ്ടല്ലോ. അതിൻ്റെ പ്രത്യേകത എന്താണ്? 64 ഔഷധ തടികൾ കൊണ്ട് നിർമ്മിച്ച കട്ടിൽ. അതിൻ്റെ മുകളിലാണ് രാജാവ് ഫാസ്റ്റിങ്ങും മെഡിറ്റേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 41 മ്യൂറൽ പെയിൻറ്റിങ്സും, പിന്നെ പത്മനാഭനെ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു കട്ടിലുണ്ട്, രാജാവിൻ്റെ ഉടവാളുണ്ട്, കെടാവിളക്കുണ്ട്. പിന്നെ അതിനകത്താണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1790 അവസാനത്തെ മഹാരാജാവ് 14ാമത്തെ രാജാവ് കാർത്തികതിരുനാൾ രാമവർമ്മയാണ് ഇവിടെ നിന്ന് ക്യാപിറ്റൽ ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ അവിടെയും കുറച്ച് രാജാക്കന്മാർ ഭരിച്ചിരുന്നു. അതിൽ അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത് ശ്രീ ചിത്തിരതിരുനാൾ. അദ്ദേഹമാണ് കൊട്ടാരം ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നത്. 1935 ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. പിന്നീട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പിന്നെ പുരാവസ്തു വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഓരോ കെട്ടിടത്തിലും ഓരോ കഥകൾ പറയാനുണ്ട്. അതായത് സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള നർത്തകിമാർ ഇവിടെ വന്ന് ഡാൻസ് ചെയ്തിരുന്ന പ്ലേസാണ്. ഇതിലെ തറ എന്ന് പറഞ്ഞാൽ കണ്ണാടി പോലത്തെ തറയായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ശരീരം മങ്ങിപ്പോയത്. അവരുടെ ഡ്രസ്സും മുഖവും എല്ലാം കാണുന്ന രീതിയിൽ അത്രയ്ക്ക് ഷൈനിങ്ങിലാണ് ചെയ്തിരുന്നത്. ഇതിൽ ചിരട്ടയുടെ കരിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കറുത്ത തറ. പക്ഷേ അതിൽ ചുണ്ണാമ്പ്, മുട്ടയുടെ വെള്ള, കരിക്കിൻ വെള്ളം, കരിപ്പെട്ടി, കടുക്ക, നീരാക്ഷി, അങ്ങനെ ഒരുപാട് ഔഷധ കൂട്ടുകളുള്ള ഒരു തറയാണിത്. ഈ കാണുന്നത് ഉണ്ടാക്കിയാലും ഇന്നത്തെ കാലത്ത് സ്ത്രീകളെല്ലാം പുറത്തോട്ട് വന്നിരുന്നില്ല. അപ്പോൾ അതിൽ റോയൽ ലേഡീസൊക്കെ വാച്ച് ചെയ്യുന്നത് ഈ 3 ക്യാബിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ അവിടെ കസേര ഇരിക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ അതിനകത്ത്. ഇത് സരസ്വതി ദേവിയുടെ ക്ഷേത്രം. അപ്പം ഈ ക്ഷേത്രം, അതായത് ദേവിയുടെ കലയുടെ ദേവി എന്ന് പറയുന്നത് സരസ്വതി ദേവിയുടെ മുമ്പിലാണ് ഇത് നിർത്താടിയത്. പിന്നീട് ഇതിൻ്റെ പ്രതിഷ്ഠ നമ്മൾ പെയിൻറ്റിങ് കണ്ട താഴെ വന്നപ്പോൾ ഒരു ക്ഷേത്രം കണ്ടില്ലേ, അങ്ങോട്ട് മാറ്റി. അപ്പോൾ അവിടെയാണ് ആ വിഗ്രഹമാണ് 10 ദിവസം നമ്മൾ പൂജ കഴിപ്പിച്ച് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോകുന്നത്. അതിനെ അകമ്പടി സേവിക്കാൻ രാജാവിൻ്റെ ഉടവാണ് കാണും. തിരിച്ച് 10 ദിവസം കഴിഞ്ഞ് പടങ്ങി വരും. അത് പഞ്ചലോകത്തിലുള്ള വിഗ്രഹമാണ്. ഈ ഒരു വിഗ്രഹം, അതായത് സരസ്വതി ദേവിയുടെ അമ്പലം കുറവാണ്. ഒന്ന് പനച്ചിക്കാവ് അവിടെ ഒന്നുണ്ട്. പിന്നെ പഞ്ചലോകത്തിൽ ചെയ്തതുകൊണ്ടാണ് ഈ വിഗ്രഹം തന്നെ രാജാവിൻ്റെ കാലം തൊട്ടുള്ള വിഗ്രഹമായതുകൊണ്ടാണ് അകമ്പടിയിട്ട് അങ്ങോട്ട് വരുന്നത്.
അപ്പോൾ ഇത് മനസ്സിലായില്ല. അപ്പോൾ ആശ മേഡം കൊട്ടാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കൊട്ടാരത്തിൻ്റെ ഓരോ കൊട്ടാരക്കെട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ ഭാവമാണ്, ഓരോ വികാരമാണ്. അപ്പോൾ മാത്രമല്ല ഗതകാല പോയ കാലത്തിൻ്റെ ഒരു ഐതിഹാസികമായിരിക്കുന്ന ഒരു ചരിത്രം തന്നെ ഓരോ കൊട്ടാരക്കെട്ടുകൾക്കുണ്ട്. അതിൽ എന്തുകൊണ്ടും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡാൻസിങ്. നേരത്തെ ആശാ മേഡം പറയുകയുണ്ടായി, രാജാവിൻ്റെ കാലത്ത് തന്നെയും കലയും സംഗീതവും നൃത്തവും ചിത്രം വരയും അതേപോലെയുള്ള എത്രയോ പ്രമുഖന്മാരായിരിക്കുന്ന ആൾക്കാർ തമിഴ്നാടിൽ നിന്നും രാജ്യത്തിൻ്റെ പുറം രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വന്ന് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പുണ്യമുള്ള, ഏറെ ഒരു പ്രശസ്തമായിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഡാൻസിങ് ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാൻസിങ് ഹാൾ വെച്ചിട്ട് നമ്മുടെ നമുക്കിപ്പോൾ അതിഥികളായി വന്നിരിക്കുന്ന BEd കോളേജിലെ കുട്ടികളെ പ്രതികരിച്ച് 1-2 പേര് ഏതെങ്കിലും രീതിയിലൊരു കലാപരിപാടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ കൊത്തുപണികളും ഈ രൂപങ്ങളൊക്കെ നിങ്ങളുടെ ആ കലാപരിപാടികൾ കാണുമ്പോൾ കല്ലിനുമുണ്ട് ഒരു കഥ പറയാം, അല്ലെ കല്ലിനുമുണ്ട് ഒരു മനസ്സ് എന്ന് പറയുക പോലെ ആ കല്ലിനും വികാര തരളിതമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാനും കാണാനുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ 1-2 കലാപരിപാടി ഇതൊക്കെ കിട്ടുന്നതൊക്കെ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായതുകൊണ്ടാണ് നമുക്ക് ഒരു അവസരം നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിച്ചത്. ഇങ്ങോട്ടൊന്നും ഞങ്ങൾ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. അങ്ങോട്ടൊന്നും പ്രവേശിപ്പിക്കുകയോ ജനബാഹുല്യം ഉള്ളത് കൊണ്ട് തന്നെയും മറ്റെന്തെങ്കിലും രീതിയിലുള്ള കലാപരിപാടികളൊന്നും അവതരിപ്പിക്കാൻ സമ്മതിക്കാറില്ല. ഇന്നൊക്കെ നല്ല തിരക്കുമാണ്. എങ്കിലും നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ, ആ നക്ഷത്ര തുല്യമായിരിക്കുന്ന കണ്ണുകൾ കാണുമ്പോൾ നിങ്ങളിലുള്ള ആ കലാ ഹൃദയത്തെ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പരിപാടി ഏതെങ്കിലും ഒരു കലാപരിപാടി കതിർമണിയുടെ നിരതിരയുക കുറുകുറുകള പ്രാവേ ഇളവയിൽ മണിവളയണിയണ ദിനവയലുകൾ തോറും
കതിർമണിയുടെ നിരതിരയുക കുറുകുറുകണ പ്രാവേ മരതകമനിയും ഇനിയും ഇതു കവരുകയാണോ കനക കസവ് ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ കനക കസവ് ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ പകരം നിനക്ക് തരുന്നു ഞാൻ എൻ്റെ ബബിലെ ചുണ്ടിയെ മൊഴിമഴ 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 മേഘരാഗം നേറുകിൽ തൊട്ടു മേലേ വാനം 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 ദൂരെങ്ങുമിഴിയും നട്ടുപൂ പോൽ നിൽക്കൂ യാമം 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 മേഘരാഗം നേറുകിൽ തൊട്ടു പൂ പോൽ നിൽക്കൂ യാമം. മോഷ്ടിച്ച് ഇങ്ങനെ കൈമാറി കൊടുക്കുന്നതനുസരിച്ചാണ് രാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? വളരെ മനോഹരമായിരിക്കുന്ന ഒരു പാട്ടാണ്. പേരെന്താ? രേഷ്മ. അതേപോലെ തന്നെ ദേവിക അല്ലേ? രണ്ടുപേർക്കും കൊട്ടാരത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഒപ്പം തന്നെ കൂടെ വന്നിരിക്കുന്ന എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും കൂട്ടുകാർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാം സുഖമാവും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം സുഖമാക്കിയെടുക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്ന് മാത്രം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും കൊട്ടാരത്തിൻ്റെതായിട്ട് തന്നെ നേരുകയാണ്. ഇനിയും ഇവിടെ വരണം. അടുത്തൊരവസരം ഉണ്ടാകുമ്പോൾ ഞങ്ങളിലെ വേറാരും ഉണ്ടാകും. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ സ്വീകരിക്കാനും നിങ്ങളുടെ കലാപരിപാടികളൊക്കെ കാണാനും ആസ്വദിക്കാനും വേറൊരു തലമുറ ഉണ്ടാവും. ഞങ്ങൾ കൊട്ടാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോസ് അങ്ങനെയൊന്നും എടുക്കാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുവേണ്ടി നമുക്ക് സഹായം ചെയ്തു തന്ന സദ് സാറിനും ആശാ മേഡത്തിനും ഞങ്ങളുടെ ഐഫർ ഐക്യ കീഴാറിൻ്റെ പേരിലെ എല്ലാ അധ്യാപക വിദ്യാർത്ഥികളുടെ പേരിൽ നന്ദി പറയുന്നു. കൊല്ലവർഷം 1049 ഇത് കൊടുത്തിരിക്കുന്നത്. അതിനോട് ഒരു 800 കുട്ടികൾ 1800 1900 ആ സമയത്തുള്ള മലയാളത്തിൻ്റെ എഴുത്ത് രീതിയായിരുന്നേ. കല്ലിലാണ് ഒരു ശിലാശാസനം എന്ന് പറയും. അതാണ് ചില അക്ഷരങ്ങളോട് സാദൃശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കാം. വട്ടെഴുത്തിലാണ് അത് എഴുതിയത്. അനാചാരം നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് നിർത്തലാക്കിയതിൻ്റെ രാജകീയ ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത്. പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി. പുലയന്മാരെ പേടിക്കുക, പറയന്മാരെ പേടിക്കുക, മണ്ണാന്മാരെ പേടിക്കുക. ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ മേടമാസം 1 തൊട്ട് 10 വരെയുള്ള തീയതികളിൽ ഇത്തരത്തിലുള്ള ജാതിയിലെ ആൾക്കാരെ കണ്ടാൽ വീട്ടുകാർ ഈ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ പുറത്താക്കും. ആ പുലയന്മാരോ പറയന്മാരോടെ കൂടെ പോവുകയോ മരിക്കുകയോ മാത്രമേ നിവൃത്തിയുള്ളൂ. ഇത് തികച്ചും അനാചാരമായിരുന്നു. അതിനെയാണ് രാജാവ് ഒരു ഉത്തരവിലൂടെ നിർത്തലാക്കിയത്. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഫോട്ടോ മാത്രം എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് ഒരു തരത്തിലുള്ള അനുവാദം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര അധികം കുറച്ച് ദുഃഖത്തിലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. പക്ഷേ എന്തോ ഒരു ഭാഗ്യം ഇവിടെ വന്നപ്പോൾ നമുക്ക് സബ് സാറിനെ കണ്ടപ്പോൾ നമുക്ക് ആ വീഡിയോ എടുക്കാനുള്ള അവസരം സാറ് തന്നു. പിന്നെ നമ്മളിപ്പോൾ പുരാവസ്തു മ്യൂസിയത്തിൽ വന്നു. അവിടെ പലതരത്തിലുള്ള ലിഖിതങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുക്കാനുള്ള അവസരമൊക്കെ കിട്ടി. ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.